ഫിസിക്സ് പരീക്ഷയിൽ ശരിക്കും നമ്മൾ പഠിക്കാതിരുന്നാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. തിയറി ആയിക്കോട്ടെ, കോൺസെപ്റ്റ്സ് ആയിക്കോട്ടെ, ന്യൂമറിക്കൽസ് ആയിക്കോട്ടെ ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ ചില ചോദ്യങ്ങൾ എന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ. ആ ഒരു ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നാളത്തെ എക്സാമിൽ നിങ്ങൾ കാണാൻ പോകുന്ന 90% ചോദ്യങ്ങളും ഒന്നെങ്കിൽ ഇതിന്ന് നേരെ അതേപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിലെ ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ വരിക അത് മാത്രം സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണിത്. ഫുള്ളായിട്ട് കണ്ടിട്ടേ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ പോകാൻ പാടുള്ളൂ. പിന്നെ പഠിച്ചവരായിക്കോട്ടെ പഠിക്കാത്തവരായിക്കോട്ടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. നാളത്തെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്തേക്ക്. കുറച്ച് സമയമല്ലേ ഇരിക്കുള്ളൂ, കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ചോദ്യം നോക്കാം. ഓരോരോ ചാപ്റ്ററിനായി നമ്മൾ പോകുന്ന സൗണ്ട് വേവ്സിലെ ഒരു ചോദ്യം വളരെയധികം വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ ആയിരിക്കും അത് വരിക, വേറെ രീതിയിലും വരാം. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇഫ് എക്സ് ഇസ് മെയ്ഡ് ടു ഓസിലേറ്റ്, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്താൽ ഇളക്കി കഴിഞ്ഞാൽ വിൽ ഓൾ അതർ പെൻഡുലംസ് ഓസിലേറ്റ്, വാട്ട് ഈസ് ദ ഫിനോമിനൻ കോൾഡ്? ബാക്കിയുള്ളവർ ഓസിലേറ്റ് ചെയ്യും. ഇവിടെ എല്ലാം ഒരു നൂലിലാണ്, ബാക്കിയുള്ളവർ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാവരും ആടാൻ തുടങ്ങും. ഇതിനെന്താ നമ്മൾ വിളിക്കുക? ഇത് നമ്മൾ വിളിക്കും ഫോഴ്സ്ഡ് ഓസിലേഷൻ അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഏത് എഴുതിയാലും കുഴപ്പമില്ല, പഠിച്ചു നോക്കണം. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി ഒന്നിനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ബാക്കി ഇതിലും ഓസിലേറ്റ് ചെയ്യാൻ ഫോഴ്സ്ഡ് ആവുന്നു. അതാണ് സംഗതി. ഫോഴ്സ്ഡ് ഓസിലേഷൻ അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എഴുതി വെക്കാം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് പെൻഡുലം വിൽ ഓസിലേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? എല്ലാവരും ആടുമെങ്കിലും ആരാണ് ഏറ്റവും കൂടുതൽ ആടുക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവൻ്റെ സെയിം ലെങ്ത് ഉള്ള ആരാണെന്ന് നോക്കുക. ഇവൻ്റെ സെയിം ലെങ്ത് ആർക്കാണുള്ളത് നോക്കുക. സെയിം ലെങ്ത് ഉള്ളത് ഈ ഡീക്കല്ലേ. സെയിം ലെങ്ത് ഉണ്ടെങ്കിൽ ആ സെയിം ലെങ്ത് ഉള്ള ആളായിരിക്കും ഏറ്റവും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആടുക. അതായത് എല്ലാവരും ആടും, ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ ആടുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിനെന്താണ് കാരണം ഇവിടെ ചോദിച്ചില്ല, പക്ഷെ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഇതിൻ്റെ കാരണം റെസണൻസ് ആണ്. അതായത് ബേസിക്കലി ഇവൻ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും, അതേപോലെ ഇവനും നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ നാച്ചുറൽ ഫ്രീക്വൻസി ലെങ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇവിടെ രണ്ടുപേരുടെ ലെങ്ത് സെയിം ആയതുകൊണ്ട് ഇവിടെ രണ്ടുപേരുടെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അങ്ങനെ ഫ്രീക്വൻസി സെയിം ആയി വന്നാൽ റെസണൻസ് എന്ന് വിളിക്കും. റെസണൻസ് സംഭവിച്ചാൽ സംഭവിക്കുക മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ളവർ ആടും, പക്ഷെ അവർക്ക് ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. ഈ സെയിം ഫ്രീക്വൻസിയിൽ വന്നു കഴിഞ്ഞാൽ റെസണൻസ് കാരണം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു, റെസണൻസ്, ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഈ സംഗതിയൊക്കെ എന്തായാലും ഒരു ചോദ്യം വരും. റെസണൻസിന്റെ ഡെഫിനിഷൻ കൂടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് പഠിച്ചത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അടുത്ത ഈ ചാപ്റ്ററിന് ന്യൂമറിക്കൽ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ആയിരിക്കും വരിക. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എൻ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ട്രാവലിംഗ് അറ്റ് സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി എയർ ഇസ് ഇത്. എടോ ഇതിൻ്റെ ഫ്രീക്വൻസി ഇത്രയാണ്, സ്പീഡ് ഇത്രയാണെങ്കിൽ ചോദ്യം എന്താണ്? വാട്ട് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓഫ് ദിസ് വേവ്? രണ്ട് കംപ്രഷൻ നമ്മുടെ ഡിസ്റ്റൻസും രണ്ട് റയർഫാക്ഷൻ നമ്മുടെ ഡിസ്റ്റൻസിനെ ഒക്കെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ വേവ് ലെങ്ത് അഥവാ ലാംഡ എന്നാണ് വിളിക്കുക. പഠിച്ചു വെച്ചേക്ക്. അപ്പോൾ ലാംഡ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എടോ ഈ ഫോർമുല പഠിച്ചു വെക്കുക. സ്പീഡ് ഇസ് ഈക്വൽ വി ഇസ് ഈക്വൽ ലാംഡ ഇൻറ്റു എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഇത് ലാംഡ കണ്ടുപിടിച്ചാൽ പോരെ, വളരെ സിമ്പിൾ അല്ലേ? ലാംഡ ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസിനെ കൊണ്ടുവിടുക, വി ബൈ ഫ്രീക്വൻസി. വി എത്രയാ? സ്പീഡ് 350, ഫ്രീക്വൻസി 35. 35ന്റെ 10 മടങ്ങാണ് 350. സോ ദി ആൻസർ 10 എന്താണ്? യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. 10 മീറ്റർ ആണ് ഇതിൻ്റെ ആൻസറും ഇതിൻ്റെ ആൻസറും. വേവ് ലെങ്ത് 10 മീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങൾ ആ ചാപ്റ്ററിന് ഉറപ്പാണ്. അതല്ലാത്ത ചോദ്യങ്ങൾ വരില്ല എന്നല്ല, പക്ഷെ ഇത് പഠിച്ച് വെച്ചേക്ക്. കാരണം ഇത് വന്നിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിരിക്കും, അല്ല അതുപോലത്തെ ഒരു ചോദ്യം വന്നിരിക്കും. രണ്ടാമത്തെ ചാപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ റേ ഡയഗ്രാം ഇല്ലാത്ത പേപ്പർ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള റേ ഡയഗ്രാം ആണ് ഈ സാധനം. അത് ഇങ്ങനെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താൽ പറയും. 3 മാർക്കിന് കേട്ടോ ചോദിക്കാൻ പരീക്ഷയിൽ വരിക. അപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2Fൻ്റെ Fൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് ചിലപ്പോൾ അവരുടെ ഒരു റേ വരച്ച് തരും. വന്നില്ലെങ്കിലും നിങ്ങൾ വരച്ചില്ലെങ്കിലും നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ബേസിക്കലി പാരലൈറ്റ് എടുക്കുക. പാരലൈറ്റ് എടുക്കുന്നത് ഫോക്കസിലൂടെ അങ്ങോട്ട് പോട്ടെ. ഈ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൈറ്റ് എടുക്കുന്ന ഫോക്കസിലൂടെ അങ്ങോട്ട് പോട്ടെ. രണ്ടാമത്തെ എപ്പോഴും ഈ ഓയിലേക്ക് എടുക്കുക. ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കും. അവിടേക്ക് എടുത്ത് ഒന്നുമില്ല, നേരെ വിട്ടാൽ മതി. ഒന്നും ചെയ്യേണ്ട ആവശ്യം, നേരെ വിടുക. ഇവിടെ കൊണ്ട് രണ്ടുപേരും മീറ്റ് ചെയ്യിക്കും. ആ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഇമേജ് ഉണ്ടാവുക. അവിടെ IM എന്ന് എഴുതുക, പരിപാടി തീർക്കുക. എവിടെ ഇമേജ് എവിടെ വന്നത്? 2Fൻ്റെ അപ്പുറത്തല്ലേ? ബിയോണ്ട് 2F, മലയാളത്തിൽ 2Fന് അപ്പുറം എന്ന് എഴുതി വെക്കുക. ഈ ഒബ്ജക്റ്റിനെക്കാളും വലിപ്പം കൂടുതലല്ല ഇമേജിന്, അപ്പോൾ എൻലാർജ്, വലിപ്പം കൂടുതലാണ് ഇമേജിന്. പിന്നെ റിയലും ഇൻവേർട്ടഡ് ആയിരിക്കും. ബേസിക്കലി എന്താണ്? രണ്ട് റേസ് ആക്ച്വലി കൂട്ടിമുട്ടുന്നില്ലേ? അപ്പോൾ അങ്ങനത്തെ ഇമേജിനെ നമ്മൾ റിയൽ ഇമേജ് എന്ന് വിളിക്കുക. യഥാർത്ഥ ഇമേജ് തലകുത്തിനല്ലേ? ഒബ്ജക്റ്റ് ഇങ്ങനെയാണ്, പക്ഷേ ഇമേജ് തലകുത്തിനാണ്, ഇൻവേർട്ടഡ് ആയിരിക്കും. എപ്പോഴും റിയലാണ്, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും. ഇനി ഇതന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് 2Fൽ വെച്ചിട്ട് ചോദിക്കുക. അപ്പോഴും സെയിം ആണ്. പാരലൈറ്റ് വരിക, ഫോക്കസിലൂടെ പോകുന്നു, നേരെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക, പോയി മീറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാകാൻ പോകുന്നത്. Fനും 2Fൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക.
ചെറുതായിരിക്കും ഇമേജ്, ഇപ്രാവശ്യം സ്മോളർ ആയിരിക്കും, റിയൽ ഇൻവേർട്ടർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചോദിച്ചാൽ എഴുതി വെക്കണം. പിന്നെ 2F വെച്ചിട്ടും വേണം ചോദിക്കാം. 2F വെച്ച് കഴിഞ്ഞാൽ 2F തന്നെയാണ് വരിക, അതൊന്ന് പഠിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിലുള്ള നേരെ കൂടെ വിട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല, നേരെ വിട്ടോ, ഇവിടെ വരെ വിട്ടോ. പിന്നെ പാരലൈറ്റ് എടുക്കുക, പാരലൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ പോകും, ഫോക്കസ് കൂടെ പോകും, ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാകും. 2F വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് വെച്ചേക്കും, 2F ആയിരിക്കും ഇമേജ് ഉണ്ടാവും എല്ലാവരും പഠിച്ച് വെച്ചേക്കും. അപ്പോൾ ഇവിടെ ഇമേജ് ഉണ്ടാവും, അറ്റ് 2F അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതി വെക്കുക. അപ്പോൾ ഇതുപോലത്തെ റേ ഡയഗ്രാം വെച്ചുള്ള ചോദ്യം ഉറപ്പാണ്. അത് ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. സേഫ് കേസിന് ബാക്കിയുള്ളതും കൂടി പഠിച്ചു വെക്കുന്നത് വളരെ നല്ല ഐഡിയ ആയിരിക്കും, ബാക്കിയുള്ള റേ ഡയഗ്രാംസും കൂടെ. പക്ഷേ ഇത് 3 ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഇനി ഈ ചാപ്റ്ററിന് വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിലും ന്യൂമറിക്കൽ ഉറപ്പാണ്. ഈ ഫോക്കൽ ലെങ്ത്തിൻ്റെയും ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസിലുള്ള മിനി മാഗ്നിഫിക്കേഷനും ഇത് വെച്ചുള്ള ഒരു ന്യൂമറിക്കൽ ഉറപ്പാണ്. ഈ ഒരു ന്യൂമറിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചോദ്യം, കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഇത്ര, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇത്ര, പ്ലേസ്ഡ് ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ഫ്രം ദി ലെൻസ് ഓൺ ഒപ്റ്റിക് ആക്സിസ്, കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ലെൻസ് ടു ദി ഇമേജ്. ലെൻസിന് ഇമേജിലെ ഡിസ്റ്റൻസ്, അതായത് ബേസിക്കലി എന്താണ്, ഇവരെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 20. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും തെറ്റിദ്ധരിക്കുക എന്താണ് ഫോക്കൽ ലെങ്ത് 20 എടുത്തുകൊണ്ട് തീർക്കും. അല്ല, ഇവിടെ കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് നിങ്ങൾ പഠിച്ചു വെച്ചോ. കേവ് എന്ന് കേട്ടാൽ ഗുഹ എന്നല്ലേ, നെഗറ്റീവ് വൈബ് അല്ലേ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അവർ പറയില്ല, നമ്മൾ എടുത്ത് എഴുതണം. കോൺവെക്സ് ആണ്, പേടിക്കേണ്ട, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺകേവ് ആണ് നമ്മൾ മനസ്സിലാക്കണം, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. പിന്നെ യുവിൻ്റെ കാര്യത്തിൽ യു എപ്പോഴും നെഗറ്റീവ് ആണ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആണ്. 30 എന്ന് അവർ പറഞ്ഞാലും നമ്മൾ -30 എടുത്തിരിക്കണം, എപ്പോഴും നെഗറ്റീവ് ആണ്. അവർക്ക് വേണ്ടത് ഇമേജ് ഡിസ്റ്റൻസ് V ആണ്. അപ്പോൾ ഇവിടെ ഈ ഫോർമുലയാണ് ശരിക്കും ലെൻസ് ഫോർമുല. പക്ഷേ ഇത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ റെസിപ്രോക്കൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിൻ്റെ ഫോർമുലയും എഫിൻ്റെ ഫോർമുലയൊക്കെ പഠിച്ചു വെക്ക്. വേണമെങ്കിൽ യുവിൻ്റെ ഫോർമുല കൂടെ പഠിച്ചു വെച്ചോ, ഭയങ്കര ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇവിടെ V അല്ല ചോദിച്ചേ, വിൻ്റെ ഫോർമുല ഇട്ട് കൊടുക്കണോ, U × F. യു എത്രയാ, -30, എഫ് എത്രയാ, -20 ഡിവൈഡ് ബൈ U + F, അതായത് -30 പ്ലസ് -20. പ്ലസ് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, -20. ഈ മൈനസും കട്ടായി പോകും. 30 × 20 മുകളിൽ ഇവിടെ -30ഉം -20ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ -30 -20 എന്ന് പറഞ്ഞാൽ -50ലേക്കാണ് പോവുക. ഈ 0 കട്ട് ചെയ്താൽ 30 × 2/5 മൈനസ് ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി. 5 × 6 ആണ് 30, 6 × 2 12, മൈനസ് മറക്കരുത്, -12 ആയിരിക്കും വരിക. ഇത്രയുള്ള സംഗതി. ഇമേജ് ഡിസ്റ്റൻസിൽ -12 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് പരിപാടി തീർന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയാം. ഇവിടെ മാഗ്നിഫിക്കേഷനും ക്യാരക്ടറിസ്റ്റിക്സും കൂടി ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുലയും പഠിച്ചു നോക്കണം. V/U ആണ് മാഗ്നിഫിക്കേഷൻ. V എത്രയാണ്, U എത്രയാണ് ഇട്ട് കൊടുക്കുക. V എത്രയാ, -12, U എത്രയാ, -30. -12/-30, മൈനസും പോവും. ഒന്ന് വേണം സിംപ്ലിഫൈ ചെയ്യാം. 12ന്റെ പകുതി 6 ആണ്, 30ന്റെ പകുതി 15 ആണ്. സോ ആ രീതിയിലൊക്കെ വേണം ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. /3 ചെയ്യാം, മുകളിലും താഴെ. /3 മുകളിൽ ചെയ്ത് 2 കിട്ടും. /3 ചെയ്താൽ 2/5. 2/5 വേണം ഡെസിമലിൽ 0.4 എന്ന് എഴുതി വെക്കാം. ഓക്കെ, വേണമെങ്കിൽ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാഗ്നിഫിക്കേഷൻ യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് 0.4 സെന്റിമീറ്റർ ഒന്നും എഴുതി വെക്കരുത്. 2/5 എന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇവിടെ ഒത്തിരിയുള്ള ആലോചിക്കേണ്ടത്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ഇല്ല, അതിനർത്ഥം എന്താ, പോസിറ്റീവ് ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വൽ ഇമേജ് ആണ്, അഥവാ ഇറക്റ്റ് ഇമേജ് ആണ്. ഇറക്റ്റ് ആണെങ്കിൽ എപ്പോഴും വെർച്വൽ ആയിരിക്കും. നിവർന്നിട്ടുള്ള ഇമേജ് ആണ്. നിവർന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്, വെർച്വൽ ആയിരിക്കും, അഥവാ മിഥ്യായിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാവും. ഈ മാഗ്നിഫിക്കേഷൻ വല്ല നെഗറ്റീവ് ആയിരുന്നെങ്കിൽ -2/5 എന്നോ -0.4 എന്നാണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ്, തലകുത്തനുള്ള ഇമേജ് ആണ്. ഇൻവേർട്ടഡ് ആണ് എപ്പോഴും റിയൽ ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. 0.4 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും ചെറുതാണ്. 1-നേക്കാളും ചെറുതാണെങ്കിൽ ഇമേജ് എന്തായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും, അഥവാ സ്മോളർ ഇൻ സൈസ് ആയിരിക്കും. സ്മോളർ ഇൻ സൈസ്, ഇമേജ് ചെറുതായിരിക്കും മറ്റേ ഒബ്ജക്റ്റിനേക്കാളും. ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. ഇനി ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് ചോദിക്കായിരുന്നു. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് തന്നിട്ടില്ലേ, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചില്ലല്ലോ 2/5 എന്ന്, അത് ഉപയോഗിക്കുക. മാഗ്നിഫിക്കേഷൻ്റെ രണ്ടാമത്തെ ഫോർമുല എന്താ, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ്. ഇവിടെ ഹൈറ്റ് ഓഫ് ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കിട്ടും. മാഗ്നിഫിക്കേഷൻ എത്രയാണോ, 2/5 എന്നല്ലേ, 2/5 എടുക്കുക. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എത്രയാണോ, ഇത് എത്രയാ, 2 സെന്റിമീറ്റർ അല്ലേ, 2 സെന്റിമീറ്റർ ഇടുക. ഒന്നാല് 4/5 എന്ന് കിട്ടും. 4/5 എന്ന് പറഞ്ഞാൽ 0.8 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഹൈറ്റ് ഓഫ് ഇമേജ്. ഇതിവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചുകൂടാ. പ്രത്യേകിച്ച് ഈ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും കോൺകേവ് എന്നുള്ള ആരും ഓർത്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസാണ് കൂടുതൽ എന്നുള്ള ആരും ഉറപ്പായിട്ട ചോദ്യം.
റെയിൻബോ ഫോർമേഷൻ ചോദ്യം വന്നാൽ ഇന്ന് ബൈഹാർട്ട് പഠിച്ചു വെക്കുക, ഈ പിക്ചറും ബൈഹാർട്ട് പഠിച്ചു വെക്കുക. ഹൗ മെനി ടൈംസ് റിഫ്രാക്ഷൻ ഒക്കേഴ്സ്. ഇവിടെ റിഫ്രാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, കയറുമ്പോഴും അതുപോലെ ഇറങ്ങുമ്പോഴും 2 തവണയാണ് റിഫ്രാക്ഷൻ ഉണ്ടാകുന്ന കാര്യം പഠിച്ചു വെക്കുക. ഇന്റേണൽ റിഫ്ലക്ഷൻ 1 തവണ ഉണ്ടാവുന്നുള്ളൂ. ഈ ഡയഗ്രാം പഠിച്ചു വെക്കണം, 2 ഓപ്പോസിറ്റ് ഡയഗ്രാം പഠിച്ചു വെച്ചോ. റെയിൻബോന് എന്ത് ചോദിച്ചാൽ ഈ സാധനം എഴുതി വെക്കുക, ഡയഗ്രാം വെച്ചേക്കുക, സാധനം എഴുതി വെക്കുക, ഡയഗ്രാം വെച്ചേക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാനുള്ള സംഗതിയാണ് ഷോർട്ട് സൈറ്റ്നെസ്, അതിൻ്റെ റേ ഡയഗ്രാം, അതിൻ്റെ റീസൺസ്, അതിൻ്റെ റെമഡി ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ. ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അടുത്തുള്ള കാണാൻ പറ്റും, ദൂരമുള്ള കാണാൻ പറ്റില്ല. അപ്പോൾ ദൂരമുള്ള സാധനം റെറ്റിനയിൽ വരില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, അടുത്ത സാധനം റെറ്റിനയിൽ വരും, ദൂരമുള്ള സാധനം റെറ്റിനയിൽ വരില്ല. ഇതിന് കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോ. സൈസ് ഓഫ് ഐബോൾ ലാർജ് ആണ്, ഇത് ഷോർട്ട് ആണെങ്കിൽ 2 കാരണം ലാർജ് ആണ്, ലാർജ് ഐബോൾ, പിന്നെ പവർ ഓഫ് ലെൻസും കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ റീസൺസ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇതിൻ്റെ റെമഡി, അതിൻ്റെ റേ ഡയഗ്രാം പഠിച്ചു നോക്കണം. ബേസിക്കലി ഈ ലെൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ദൂരമുള്ളതിനെ ഈ ലെൻസ് ഒന്ന് ഡൈവേർജ് ചെയ്ത് വിടും, പിന്നെ അത് കറക്റ്റ് റെറ്റിനെ വീഴും. ഈ ലെൻസിൻ്റെ പേരെന്താണോ? ഇത് കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ കോൺകേവ് ലെൻസ് ആണ് ഇതിൻ്റെ റെമഡി. എത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. സെയിം സാധനം നേരെ തിരിഞ്ഞിട്ടാണ് ലോങ് സൈഡൻഡസിന്. ലോങ് എന്ന് പറഞ്ഞാൽ ദൂരമുള്ള കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല, റെറ്റിലേ വരില്ല. ഇതിൻ്റെ റീസൺസ് സ്മോളർ ആണ് രണ്ടും. ലോങ് നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ഐബോൾ ചെറുത്, അതുപോലെ പവർ കുറവ്. ഓക്കെ, ലെൻസ് ഏതാണ് റെമഡിക്ക്? കോൺവെക്സ് ലെൻസ് ആണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. നേരെ തിരിച്ച്, മറ്റേ നേരെ തിരിച്ച് ഡെഫിനിഷൻ കൂടി പഠിച്ചു പരീക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം, ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് എന്നൊരു ചോദ്യം വളരെ ചാൻസ് കൂടിയ സാധനമാണ്, പഠിക്കാതിരിക്കാൻ പറ്റില്ല. മാഗ്നറ്റിക് എഫക്ട്സ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എന്തായാലും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് ചോദ്യം വരും. അതിലൊരു ടഫായിട്ടുള്ള ചോദ്യം വരാനാണ് ചാൻസ് ഞാൻ കാണുന്നത്, കാരണം ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കോമ്പസ് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ഡിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ബൈഹാർട്ട് പഠിച്ചു വന്ന ട്രിക്ക് ഒന്ന് ഉപയോഗിച്ചിട്ട്, കാരണം മുകളിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് കറക്റ്റ് ലോജിക് പഠിച്ചോ. ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയായിരിക്കും ഒഴുകുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക. AB എന്ന് പറഞ്ഞ വയറിലെ റൈറ്റിലേക്കാണ് കറണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡിനെ തമ്പ് എടുക്കുക, തമ്പ് റൈറ്റിലേക്ക് പിടിക്കുക, കാരണം കറണ്ട് ഡയറക്ഷനാണ് തമ്പ് പിടിക്കേണ്ടത്. അപ്പോൾ ഫിംഗേഴ്സ് ഇത് ഇങ്ങനെ ഉണ്ടാവുക, അതായത് ഫിംഗേഴ്സ് മോൾ ഭാഗത്ത് സ്ക്രീനിൻ്റെ പുറത്തേക്ക്, താഴ്ഭാഗത്ത് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്. എടോ ഈ ഒരു വയറിൻ്റെ താഴ്ഭാഗത്താണ് കോമ്പസ് വെച്ചത്, അതായത് താഴ്ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കായിരിക്കും. ഈ പിക്ചർ നോക്കിയാൽ മതി, ഈ വയറാണ് ഈ വയർ, 2 സെയിം ആണ്. കറണ്ട് അങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് മുകൾ ഭാഗത്ത് പുറത്തേക്ക്, താഴ്ഭാഗത്ത് ഉള്ളിലേക്ക്, താഴ്ഭാഗത്ത് ഉള്ളിലേക്ക്. കോമ്പസ് താഴ്ഭാഗത്തല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് താഴ്ഭാഗത്ത് ഉള്ളിലേക്കാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? എങ്ങോട്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കായിരിക്കും നോർത്ത് ഡയറക്ഷൻ പോവുക. അപ്പോൾ കോമ്പസിന് നോർത്ത് ഡയറക്ഷൻ ഉള്ളിലേക്ക് പോകും, സൗത്ത് പുറത്തേക്ക് വരും. ഇതാണ് സംഗതി. ഓക്കെ, ഇനി ഇത് മോള് നോക്കുമ്പോൾ എന്തായിട്ട് തോന്നുക? അവിടെ മോള് നോക്കുമ്പോൾ ഇവിടെ ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് എങ്ങനെ കറങ്ങുക? ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെയല്ലേ കറങ്ങുക, ഇങ്ങനെയല്ലേ കറങ്ങുക, അതാണ് ക്ലോക്ക് വൈസ്. ഇവൻ കറങ്ങുന്നതിന് നേരെ തിരിച്ചല്ലേ. അപ്പോൾ ഇവൻ കറങ്ങുന്നത് എന്താണ്? ഇവൻ കറങ്ങുന്ന പരീക്ഷ പറയണം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇതാണ് സംഗതി. ഓക്കെ, ഇത് മുകളിലും താഴെയും സൈഡിലൊക്കെ വെച്ചിട്ട് വേണം ചോദിക്കാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോണം. ഓക്കെ, ഇതിൻ്റെ നേരെ തിരിച്ചുള്ളൊരു ചോദ്യം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നേരെ തിരിച്ച് കണക്ട് ചെയ്തു, അപ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ്, അപ്പോൾ തമ്പ് ഇങ്ങോട്ട് പിടിക്കണം. അപ്പോൾ ഫിംഗേഴ്സ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ പ്രശ്നം താഴ്ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക്, മോൾ ഭാഗത്ത് ഉള്ളിലേക്കാണ്. താഴ്ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണെങ്കിൽ നോർത്ത് ഇങ്ങോട്ട് വരും, സൗത്ത് അങ്ങോട്ട് പോകും. മുകളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ക്ലോക്ക് കറങ്ങുന്ന പോലെ തന്നെയാണ് തോന്നുക. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് പഠിച്ച് വെച്ചേക്ക്, എക്സാമിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇനി അത് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായാലും ചോദിക്കാൻ പോകുന്നത് ഒരു സോളിനോട് തരും, എന്നിട്ട് ബാറ്ററിയും തരും, എന്നിട്ട് A B എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളില്ലേ, ഏതാണ് നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോൾ എന്ന് ചോദിക്കും. വളരെ സിമ്പിളാണ്. വീണ്ടും റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ഇപ്രാവശ്യം ബാറ്ററി പോസിറ്റീവ്, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, കറണ്ട് ഈ ഭാഗത്ത് ബാക്ക് കൂടെ മുകളിലേക്ക് കയറുന്നു, ഫ്രണ്ട് കൂടെ താഴേക്ക് ഇറങ്ങുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് കറണ്ട് ഡയറക്ഷൻ പിടിക്കുന്ന ഇപ്രാവശ്യം. നേരത്തെ നമ്മുടെ തമ്പാണ് കറണ്ട് ഡയറക്ഷൻ പിടിച്ചത്, ഇവിടെ നമ്മൾ ഫിംഗേഴ്സ് കറണ്ട് ഡയറക്ഷൻ പിടിക്കുക. എടോ ബാക്ക് കൂടെ മുകളിലേക്ക് കയറി ഫ്രണ്ട് കൂടെ താഴേക്ക് ഇറങ്ങുന്ന പരിപാടി കിട്ടണമെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചാൽ നടക്കുള്ളൂ. ബാക്ക് കൂടെ മുകളിലേക്ക്, ഫ്രണ്ട് കൂടെ താഴേക്ക്. ഓക്കെ, റെഡി. അപ്പോൾ കറണ്ട് റെഡിയാണ്. തമ്പ് എങ്ങോട്ടാ? തമ്പ് റൈറ്റിലേക്കാണ്. തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യുക? ഈ റൂൾ പ്രകാരം തമ്പ് എപ്പോഴും നോർത്ത് പോളിലേക്കാണ് പോയിന്റ് ചെയ്യുക. അതായത് തമ്പ് റൈറ്റിലേക്കാണെങ്കിൽ നോർത്ത് പോൾ റൈറ്റിലേക്കാണ്, അതായത് B ആണ് നോർത്ത് പോൾ, മറ്റവനെ സൗത്ത് പോൾ. ഇത്രയുള്ള പരിപാടി. ബാറ്ററി തിരിച്ചിട്ട് വേണം വരാം പരീക്ഷയിൽ. നേരെ തിരിച്ചു വന്നു, അപ്പോൾ പോസിറ്റീവ് ഇവിടെ വന്നു, നെഗറ്റീവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അതായത് മുന്നിൽ കൂടെ മുകളിലേക്ക് കയറുന്നു, ബാക്ക് കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ വർക്ക് ചെയ്യുള്ളൂ. മുന്നിൽ കൂടെ മുകളിലേക്ക് കയറുന്നു, ബാക്ക് കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നു. റൈറ്റ് ഹാൻഡ് കറക്റ്റായിട്ട് പിടിച്ചു. തമ്പ് എങ്ങോട്ടാ? ലെഫ്റ്റിലേക്കാണ്. നോർത്ത് പോൾ എവിടെയാണ്? ലെഫ്റ്റിലാണ്. നോർത്ത് പോൾ A ആണ്, സൗത്ത് പോൾ B. ഇത്രയേ ഉള്ളൂ പരിപാടി. പഠിച്ചു വെക്കുക. ഡയറക്റ്റ് ചോദ്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഈ ചോദ്യം വരും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി സ്ട്രെങ്ത് ഓഫ് സോളിനോയിഡ്. 3 പോയിന്റും പഠിച്ചു വെക്കുക. ഡയറക്റ്റ് കോമഡി ചോദ്യമാണ്. പാർട്സ് വെച്ചിട്ടുള്ള ചോദ്യം
ഓൾമോസ്റ്റ് ഷുവർ ചോദ്യം കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ മോട്ടർ അല്ലെങ്കിൽ AC ജനറേറ്റർ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൻ്റെ ഏതെങ്കിലും ഒന്ന് പാർട്സ് വന്നിരിക്കും, അതില്ലാതെ പേപ്പർ ഉണ്ടാകാൻ പോകുന്നില്ല. പഠിച്ചു വെച്ചോ. മാഗ്നറ്റിക് പോൾ ഏതാടോ? ദാ ഇവിടെ കാണുന്നില്ലേ, നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അതാണ് മാഗ്നറ്റിക് പോൾസ്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കിൾ ഷേപ്പുള്ള സാധനമാണ് ആർമേച്ചർ. സ്പ്ലിറ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ ഈ 2 റിംഗില്ലേ, അതാണ് സ്പ്ലിറ്റ് റിംഗ്സ്. ഗ്രാഫൈറ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് പുറത്തുള്ള B2 എന്നും B1 എന്നും എഴുതിയ സാധനമല്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രാഫൈറ്റ് ബ്രഷ് എന്ന് കാണിക്കുക. ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ, ഇതാണ് ആക്സ് ഓഫ് റൊട്ടേഷൻ. ഇത്രയും പഠിച്ചു വെക്കുക. എനർജി കൺവേർഷൻ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആവുന്നു. ഇത് എല്ലാം മോട്ടറിൻ്റെ ആയിട്ട് പറയുന്നത്. അതുപോലെ മോട്ടോർ പ്രിൻസിപ്പിൾ, അവൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വം. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം വന്നിരിക്കും. ഇനി എങ്ങാനും ഇത് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സാധനത്തിൽ ചോദ്യം വരും. പാർട്സ് പഠിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണം. വോയിസ് കോയിൽ ഇതാ ഈ ഗുഡു എന്ന് പറഞ്ഞാൽ ഇവിടെയും ഗുഡു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലേ, ഏതെങ്കിലും ഒന്ന് വോയിസ് കോയിൽ കാണിക്കും. രണ്ടും വോയിസ് കോയിലാണ്, പക്ഷേ പരീക്ഷയിൽ ലേബൽ ചെയ്യാൻ പറയുമ്പോൾ ഒരെണ്ണം കാണിച്ചാൽ മതി. പേപ്പർ ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള സാധനമില്ലേ, അതാണ് പേപ്പർ ഡയഫ്രം അഥവാ വെറും ഡയഫ്രം. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇല്ലേ, 2 ഫീൽഡ് മാഗ്നറ്റ്സ് ആണ്, ഏതെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഫീൽഡ് മാഗ്നറ്റ് എന്ന് കാണിക്കുക. കണക്റ്റിംഗ് വയർ എന്ന് പറഞ്ഞാൽ ഈ വയർ കാണുന്നില്ലേ, അതാണ് കണക്റ്റിംഗ് വയർ. സോഫ്റ്റ് ആൻഡ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയഫ്രമിൻ്റെ ബാക്കിലുള്ള ഈ സാധനമില്ലേ, അതാണ് സോഫ്റ്റ് ആൻഡ് ഷീൽഡ്. ഇതും സോഫ്റ്റ് ആൻഡ് ഷീൽഡാണ്, ഇതും സോഫ്റ്റ് ആൻഡ് ഷീൽഡാണ്. പക്ഷേ ഏതെങ്കിലും ഒന്ന് വെച്ച് കാണിക്കുക, പരിപാടി തീർക്കുക. ഇതിന് ഡീറ്റെയിൽഡ് വർക്കിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബൈ ഹാർഡ് പഠിക്കണോ മനസ്സിലാക്കി പഠിക്കണോ വിഷയമുള്ള കാര്യമില്ല, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പരീക്ഷയിൽ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് ഷുവർ ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അടുത്ത ചാപ്റ്ററിൽ നിന്ന് ഒരു 80-70% വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ഈ നിക്രോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ പ്രോപ്പർട്ടീസ്. പഠിച്ചു വെക്കുക. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ ലോങ് ടൈം ഇൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ്. ഈ ഒരു സംഗതി ഉണ്ട്. നല്ലോണം താപോർജ്ജം തരാനുള്ള കഴിവുണ്ട് ചുട്ടുപഴുത്ത അവസ്ഥയിൽ. പിന്നെ ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്. ഇത്രയും 4 പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചാൽ നിക്രോമിൻ്റെ പരീക്ഷയിൽ വളരെ ചാൻസ് ഉള്ള ചോദ്യമാണ്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ന്യൂമറിക്കൽ ഇല്ലാണ്ട് ചാപ്റ്റർ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂമറിക്കൽ വരാൻ കാൽക്കുലേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, കറണ്ട് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എല്ലാം എഴുതി വെക്കുക കാര്യങ്ങളൊക്കെ. ടൈം മിനിറ്റിൽ തന്നു കഴിഞ്ഞാൽ സെക്കൻഡ്സിലേക്ക് ആക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 600ലേക്ക് ആക്കണം. 60 കൊണ്ട് മൾട്ടിപ്ലൈ ബേസിക്കലി മിനിറ്റിൽ തന്നു കഴിഞ്ഞാൽ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ Iയും Rഉം Tയുള്ള ഹീറ്റിൻ്റെ ഫോർമുല ഏതാണോ, I²RT അല്ലേ, ഇട്ട് കൊടുക്കുക. ആൻസർ ഓട്ടോമാറ്റിക്കലി വന്നോണം. ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂൾ ആണെന്നുള്ളതിനെ മറക്കണ്ട. ഇനി ഇതല്ല മറ്റേ ഫോർമുല ഏതൊക്കെയാണ്, V²R×T വരാം, അല്ലെങ്കിൽ VIT തരാം. ദാറ്റ് ഈസ് Vയും Rഉം Tയും വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുക. Vയും Iയും T ആണ് ഇത് ഉപയോഗിക്കുക. പവറിൻ്റെ ഫോർമുലയും പഠിച്ചു വെച്ചോ. ചിലപ്പോൾ പവർ വെച്ചിട്ടായിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. അപ്പോൾ I²R ബേസിക്കലി ഈ ഹീറ്റിൻ്റെ ടൈം ഇല്ലാണ്ട് എഴുതി വെച്ചാൽ മതി. V²/R ടൈം ഇല്ലാണ്ട് എഴുതുക, VI. ഈ 3 ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ വേണമെങ്കിൽ പവറും ഹീറ്റും തമ്മിലുള്ള പരിപാടിയോ എല്ലാം ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിക്കുക, ഹീറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുക. അപ്പം പവർ തരും, ടൈം തരും, ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കുക, പരിപാടി തീർക്കാം. ഇത്രയുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഇവിടെ നിന്നൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഫോർമുല എങ്കിലും പഠിച്ചു വെക്കുക, ഡയറക്റ്റ് എഴുതി വെക്കാൻ പറ്റും. ഇനി ഈ ഫോർമുല ക്വസ്റ്റൻസ് അല്ലാതെ ഈ ചാപ്റ്ററിൽ മറ്റൊരു ഫോർമുല ഉണ്ട്. ബേസിക്കലി കുറേ ഡിവൈസ് ഇങ്ങനെ തരും, എന്നിട്ട് ചോദിക്കും എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ബേസിക്കലി ഫോർമുല ഏതാ, എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ബൈ 1000 ആണ്. ഇപ്രാവശ്യം ടൈം നിങ്ങൾ അവറിൽ തന്നെ വെച്ചാൽ മതി. ഓക്കെ, അവിടെ നിങ്ങൾ മാറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പവർ ഇൻറ്റു ടൈം അല്ലേ, അപ്പോൾ ഇവൻ്റെ പവർ 500 ആണ്, ഇൻറ്റു ടൈം 1 hour ആണ്, 500 × 1. ഇവൻ്റെ പവർ 40 ആണ്, ടൈം 8 ആണ്, അപ്പോൾ 40×8. പക്ഷേ 2 എണ്ണം ഉണ്ട്, അപ്പോൾ 2 എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ ലാസ്റ്റ് 12 ആണ് പവർ ഇൻറ്റു 10 അവർ വർക്ക് ചെയ്യുന്നു, 10 അവർ വർക്ക് ചെയ്യുന്നു, ടൈം കൊടുത്തു. പക്ഷെ 5 എണ്ണം ഉണ്ട്, അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടോട്ടൽ പവർ ഇൻറ്റു ടൈം കിട്ടി. മുകളിൽ താഴെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്ന യൂണിറ്റ് എനർജിയുടെ ജൂളിലായിരിക്കില്ല, ഈ ഫോർമുല ഉപയോഗിച്ചാൽ kWh അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. പഠിക്കുന്നത് വളരെ വളരെ നല്ല ഐഡിയ ആയിരിക്കും. പിന്നെ AC ജനറേറ്റർ, DC ജനറേറ്റർ പാർട്സ് പഠിച്ചു വെച്ചോ. ബേസിക്കലി എല്ലാ പാർട്സും സെയിം ആണ്, അവസാനത്തെ ഒരു സാധനം മാത്രം ഡിഫറെൻ്റ് ആണ്. DC ജനറേറ്ററിൻ്റെ ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആയിരിക്കും. AC ജനറേറ്ററിൻ്റെ 2 സെപ്പറേറ്റ് റിങ്സ് ഉണ്ട്, അതിന് നമ്മൾ സ്ലിപ്പ് റിങ്സ് എന്ന് വിളിക്കും. ഇതിന് മുകളിൽ നിന്ന് സ്ലിപ്പ് ആവുന്ന പോലെ തോന്നില്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഒരു പാർട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് പഠിച്ചു വെക്കുന്നത് വളരെ വളരെ നല്ല ഒരു ഐഡിയ ആയിരിക്കും. ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ പഠിച്ചോ, ന്യൂമറിക്കൽ ഉറപ്പാണ്. ഇതാണ് ഇക്വേഷൻ, സംഗതി ഇതാണ്. ഇതെല്ലാം തരും. ഓപ്പറേറ്റിംഗ് അറ്റ് 240 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ വോൾട്ടേജ് ആണ്. സപ്ലൈസ് 12 വോൾട്ട് ടു ഇലക്ട്രിക് ബൾബ്, പുറത്തേക്ക് സപ്ലൈ ചെയ്യുന്ന വോൾട്ടാണ് സെക്കൻഡറി വോൾട്ടേജ്. പിന്നെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് വന്നിട്ടുണ്ട്, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോർമുല ഉപയോഗിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പരിപാടി ഈസി ആയിട്ട് കിട്ടും. നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിൽ 20 ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും വരും, പഠിച്ചു വെച്ചേക്ക്. ഇനി കറണ്ട് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. VP IP = VS IS. അപ്പോൾ കറണ്ട് വല്ലതും തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ VP പ്രൈമറിയിലെ പവർ, പ്രൈമറിയിലെ വോൾട്ടേജിൻ്റെ പ്രൈമറിയിലെ കറണ്ട് = സെക്കൻഡറിയിലെ വോൾട്ടേജിൻ്റെ സെക്കൻഡറിയിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ശരി ഉത്തരം കൊടുക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്റർ പഠിച്ചു വെക്കേണ്ടത്. ലാസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാനാണ് ചാൻസ് ഉള്ളത്. ബേസിക്കലി ഇവിടെ പറഞ്ഞിട്ട് ക്രോബാർ സിസ്റ്റം വന്നിട്ടുണ്ട്, ലോഡ് വന്നിട്ടുണ്ട്, എഫേർട്ട് വന്നിട്ടുണ്ട്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ലോഡ് ബൈ എഫേർട്ട് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. ലോഡ് എത്രയാണ് 400, എഫേർട്ട് 100, 0 കട്ട് ചെയ്താൽ 4/1, 4 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇൻക്ലൈൻ പ്ലെയിനിലും ചോദിക്കാം. ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ 600 കിലോഗ്രാം വെയിറ്റ് ഉള്ള ലോഡ് ഉണ്ട്, ലിഫ്റ്റഡ് ബൈ 4 മീറ്റർ ഹൈറ്റ് അലോൺ ഇൻക്ലൈൻ പ്ലെയിനിലെ ലെങ്ത് 8 മീറ്റർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ലെങ്ത് 8 മീറ്റർ ആണ്, ഈ നീളം 8 മീറ്റർ ആണ്, ഹൈറ്റ് 4 മീറ്റർ ആണ്, ലോഡിൻ്റെ ഭാരം 600 കിലോഗ്രാം ആണ്. എന്നിട്ട് എഫേർട്ട് ഇവർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് അലോൺ ദി ഇൻക്ലൈൻ പ്ലെയിൻ. ഈ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതിന് നമ്മൾ എഫേർട്ട് എന്ന് വിളിക്കാം. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സിമ്പിളാണ്, L/H. ഈ L/H ചെയ്യുക, പരിപാടി തീർക്കുക. L എത്രയാടോ 8 മീറ്റർ അല്ലേ 8, H എത്രയാടോ 4 മീറ്റർ അല്ലേ 4, 8/4 2 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അത് വളരെ സിമ്പിളായിരുന്നു. ഇനി ഈ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ്, അതേ എഫേർട്ട് എങ്ങനെ കണ്ടുപിടിക്കുക, അവിടെ നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക. വളരെ സിമ്പിളാണ്, എഫേർട്ടിൻ്റെ ലോഡ്. എടോ എഫേർട്ടിൻ്റെ ലോഡല്ല, എഫേർട്ടിൻ്റെ L ലെങ്ത് ആട്ടോ. ഈ ലെങ്ത് ഇൻറ്റു നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് വിൽ ബി ഈക്വൽ ടു എന്താണ്, ലോഡ് ഇൻറ്റു ഹൈറ്റ്. ഈ ലോഡ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വെയിറ്റ് ആണ്, താഴേക്കുള്ള വെയിറ്റ് ഇല്ലേ, ആ ലോഡ് ഇൻറ്റു ഈ ഹൈറ്റ് ഇല്ലേ, അത് മൾട്ടിപ്ലൈ ചെയ്താൽ 2 സെയിം ആയിരിക്കുന്നതാണ് സംഗതി. ഇവിടെ ലോഡ് നമുക്കുണ്ട്, ഹൈറ്റ് നമുക്കുണ്ട്, ലെങ്ത് നമുക്കുണ്ട്, എഫേർട്ട് മാത്രമല്ല, ലെങ്ത്തിന് അങ്ങോട്ട് കൊണ്ടുപോവുക, എഫേർട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടത്. ഈ കാര്യങ്ങളിൽ ഒരു 90% ചോദ്യം, ഈ പോട്ടെ 90 വന്നില്ല 70 വന്നാൽ തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ടല്ലേ നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഇതുകൊണ്ട് വലിയ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ 10 മണിക്കൂർ ലൈവ് കാണുന്നതിനേക്കാളും ഗുണമുണ്ടെന്നല്ല, പക്ഷേ 10 മണിക്കൂർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മേ ബി ഫുൾ മാർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു 20 മിനിറ്റ് അല്ലേ, എത്ര മിനിറ്റ്, 20 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 20 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള സംഗതി ഇതിലുണ്ട്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, പോയി പഠിക്കുക, ഇത് റിവൈസ് ചെയ്യുക. പരീക്ഷയ്ക്ക് മുമ്പ് അടിപൊളി ഒരു എക്സാം എഴുതുക. നമ്മുടെ ചാനലിലെ ലൈവുകൾ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ പൊളിക്കുന്നു. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കേണ്ട. കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കാനും ഒന്നും മറക്കണ്ട. ബൈ ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.